ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ ഞങ്ങളുടെ പുതിയ വീട്ടിലാണ്. ഇന്നലെയാണ് കാസിൽ റോക്കിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങെത്തിയത്. സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ കുറേ താമസിച്ചു, ഒരുപാട് രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇന്ന് വേണം എല്ലാം അറേഞ്ച് ചെയ്യാൻ. ഇച്ചായന് ഇന്നലെ തന്നെ കാസിൽ റോക്കിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ഇച്ചായന് ഇനി 2-3 ദിവസം കൂടെ കാസിൽ റോക്കിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരും. ഇച്ചായൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫുഡിന് വേണ്ട സാധനങ്ങളും ഗ്യാസും ഒക്കെ സെറ്റാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം അടുക്കി പറക്കി ഒന്ന് സെറ്റാകണം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പണി തുടങ്ങി. ഇന്ന് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് ശരിയാക്കി വെക്കണമെന്നുണ്ട്. അവിടുന്ന് ഞാൻ തന്നെയാണ് എല്ലാം പാക്ക് ചെയ്തതെങ്കിലും എവിടെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ തന്നെ മറന്നുപോയി. മിക്കു എഴുന്നേറ്റ് വരുന്നതിൻ്റെ മുമ്പ് അവൾക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണം. മിക്കുവിന് ഞാൻ ഏത്തപ്പഴവും എനിക്ക് ബ്രെഡുമാണ് എടുത്തേക്കുന്നത്. ബ്രെഡൊന്ന് ആവി കയറ്റുമ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും, അത് തിന്നാൻ നല്ല രസമാണ്. അപ്പോഴേക്കും മിക്കു ഇത് എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കഞ്ഞിയും കൂടെ വെക്കുക, കാരണം ഇന്ന് മുഴുവൻ ഇനിയിപ്പം പണിയായിരിക്കുമല്ലോ. ഫുഡാകുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കബോർഡിലേക്ക് മാറ്റി. പിന്നെ കുറേ പാത്രങ്ങൾ ഇവിടെ കഴുകി എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കാത്ത പാത്രങ്ങളിലൊക്കെ അവിടെ നല്ല തണുപ്പായതുകൊണ്ട് പൂപ്പൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ പാത്രങ്ങൾ അങ്ങനെ കഴുകാനൊക്കെ ഇട്ടു. അങ്ങനെ ഞാൻ അമ്മമാരുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന പരിപാടിയിലേക്ക് കടന്നു. മിക്കുവിനെ ഫുഡ് കഴിപ്പിക്കൽ. കുറേ നേരം മല്ലു പിടിച്ചിട്ടാണ് അതൊന്ന് കഴിപ്പിച്ചെടുത്തത്. അവൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഞാനും അവിടെ ഇരുന്നുകൊണ്ട് ബ്രെഡ് കഴിച്ചു. ഒട്ടും സമയം കളയാതെ ഞാൻ പിന്നെയും തുടങ്ങി എൻ്റെ പണികളൊക്കെ. കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചു. മിക്കുവിന് ഇന്ന് ഇച്ചിരി പിടിവാശി കൂടുതലായിരുന്നു. പുതിയ സ്ഥലം ആയതുകൊണ്ടായിരിക്കാം. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നതിന് അവൾക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട്. ഇവളെ സമാധാനിപ്പിക്കൽ തന്നെ എൻ്റെ ഒരുപാട് സമയം പോകുന്നുണ്ട്. ഇവളെ കൊണ്ടേയിരുത്ത് സമാധാനിപ്പിച്ച് കൊണ്ടേയിരുത്തും. അവൾ 5 മിനിറ്റ് കൊണ്ട് ഓടി വരും. 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോഴത്തേക്ക് എന്തിതാ പണി തീരാത്ത പോലെ ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഞാൻ അടുക്കളയിലേക്കുള്ള സാധനം അടുക്കളയിൽ തന്നെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. പുറത്തിരുന്ന സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഞാൻ ബാഗിലുള്ളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റാൻ തുടങ്ങി. കാസിൽ റോക്ക് നല്ല തണുപ്പും മഴയായതുകൊണ്ട് തുണി എന്തിതാ ഉണങ്ങിയില്ലായിരുന്നു. ഒരാഴ്ചയൊക്കെ പിടിക്കും തുണി ഉണങ്ങാൻ. അതുകൊണ്ട് ഒരാഴ്ചത്തെ തുണി എൻ്റെ ബാഗിൽ തന്നെ ഉണ്ട്. ഉണങ്ങാത്തതും ഉണ്ട്, അലക്കാനുള്ളതുകൊണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അലക്കിയ തുണികളും കുറേ സാധനങ്ങളൊക്കെ അലമാരിക്കകത്തോട്ട് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് മിക്ക അവിടെ ഇരുന്ന് കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ മേക്കപ്പ് ബോക്സാണ് അവളുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനം. അതിനകത്തുനിന്ന് ഏതാണ്ടൊക്കെ എടുത്ത് മുഖത്ത് വാരി തേക്കുകയൊക്കെ ചെയ്തു. ഞാനൊരു സൈഡിൽ അടുക്കി പറക്കി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്നുകൊണ്ട് അത് കുളവാക്കുന്നുണ്ട്. എൻ്റെ വചനപ്പെട്ടിയാണ് ഇപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്നത്. ഞാൻ ആ സമയത്ത് അതൊന്നും കാണുന്നില്ല. ഞാൻ അടുക്കി പെറുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവളത് മുഴുവനും പെറുക്കി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത്. ഒരു പണി തീർക്കുമ്പോൾ അവൾ 100 പണി എനിക്ക് തരുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ച് പോന്നാലും എന്തേലും സാധനങ്ങളെ പിന്നെയും. എനിക്ക് ഈ അലമാരേനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. ഇത് ഇന്നലെ കിട്ടിയ അലമാര ആയതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല എടുക്കുന്നത്. എങ്ങനെയും ഒന്ന് ഒതുക്കി വെക്കുക എന്ന് മാത്രമേ ഇപ്പം ചിന്തിക്കുന്നുള്ളൂ. എന്നാലും മാക്സിമം നല്ലതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 അലമാരയിലോട്ടായിട്ട് തുണികളെല്ലാം അടുക്കി കയറ്റി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. ആ സമയം മിക്കുവിന് ചോറ് കൊടുത്തിട്ട് അവളെ ഉറക്കി. ഇത് ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ചിരുന്ന ഫ്രെയിംസ് ആയിരുന്നു. ഇത് നിലത്ത് വെക്കാവുന്ന സൈസാണ്. മറ്റേതൊന്നും ഭിത്തിയിലടിക്കാമെന്നൊന്നും ഇപ്പോൾ അടിക്കത്തില്ലല്ലോ. അപ്പോഴേക്കും ഇത് എനിക്ക് അടുത്ത പണി കിട്ടി. ഇച്ചായൻ ഗോവയിലേക്കാണ് ഡ്യൂട്ടി ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു. വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ച ഒരു ഫ്രണ്ടിനെയും കുട്ടിയാണ് വരുന്നത്. കഴിച്ചിട്ട് അന്നേരം പോകുമെന്ന്. എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്ന കാര്യം ഓർത്തത്. ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ആക്കാമെന്ന് ഓർത്തു. പെട്ടെന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ സവോളയും ബാക്കി സാധനങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നുണ്ട്. മിക്കു എഴുന്നേറ്റ് വന്ന് ഇതൊന്നും പെട്ടെന്ന് നടക്കുകയില്ല. അത് സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. പച്ചക്കറിയായിട്ട് അച്ചിങ്ങ മെഴുക്കുവരട്ടിയും വെക്കാമെന്ന് ഓർത്തു. മിക്കുവാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് മിച്ചർ വാരി വെതറിയിട്ടുണ്ട് പെരക്കകത്തൂടെ മുഴുവൻ. അത് തൂക്കണമെങ്കിൽ ചൂലില്ല. ഇനി ഞാൻ കടയിൽ പോയി ചൂല് മേടിച്ചിട്ട് വേണം പെര മുഴുവൻ വൃത്തിയാക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡിയാക്കി വേഗം തന്നെ കഞ്ഞി വെച്ചു. അപ്പോഴേക്കും മിക്കു എഴുന്നേറ്റ് വന്നു. പിന്നെ രാത്രിയാകുന്നതിന് മുമ്പ് കടയിൽ പോയിട്ട് വരാമെന്ന് ഓർത്തു. വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കട അടുത്താണെങ്കിലും ചുറ്റിക്കറങ്ങി വേണം പോകാൻ. അപ്പം കുറേ നടക്കാനുണ്ട്. നേരിട്ടങ്ങ് കിടക്കാൻ വേണ്ടിയിട്ട് വഴിയൊന്നുമില്ല. അങ്ങനെ ഞാനും മിക്കുവും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവൾക്ക് സന്തോഷമായി, പുറത്തൂടെ പോവല്ലേ. അങ്ങനെ ചൂലൊക്കെ മേടിച്ച് വന്നു. പോയ വഴിക്ക് 2 ചേച്ചിമാർ ബലൂണും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു.
ആ ചേച്ചിമാരുടെ അടുത്തുനിന്ന് കാറി കൂവി അവൾ ആ ബലൂൺ മേടിച്ചെടുത്തു. പിന്നെ കടയിൽ നിന്നും അവൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ അവൾ വാരിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 6 മണിയായി. അവർ 7 മണിയാകുമ്പം വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ വറക്കാനുള്ളത് തിരുമ്മി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കണം. അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ അതിനുള്ള പരിപാടികളിലാണ്. മിക്കു കടയിൽ പോയപ്പോൾ ഒരു യോഗട്ട് എടുത്തുകൊണ്ടാണ് വന്നത്. അത് അവളവിടെ പൊട്ടിച്ച് മൊത്തം നിരത്തിയിട്ടുണ്ട്. ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അവിടെയെല്ലാം തൂത്തുവാരി. ആയിരിക്കുന്ന പെട്ടിക്കകത്ത് കുറച്ച് ക്ലോക്കും അങ്ങനെ ഭിത്തിയെ തൂക്കാനുള്ള സാധനങ്ങളൊക്കെ, അതല്ലാതെ ബാക്കിയെല്ലാം മാറ്റിയായിരുന്നു. കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ മുകളിൽ കയറ്റണം. അതൊക്കെ ഇച്ചായം വന്നാലേ നടക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മിക്കു ഓടി വന്ന് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ കുറച്ച് മിച്ചർ കൊടുത്ത് അവളെ സെറ്റാക്കി. അവൾക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അതും പേടിച്ചുകൊണ്ട് കുറേ നേരം ഇരിക്കും. അത് പിന്നെ അവിടെയെല്ലാം നിരത്തും, എങ്കിലും കുറച്ച് നേരം അടങ്ങിയിരിക്കുമല്ലോ. ആദ്യം തന്നെ ഞാൻ എല്ലായിടവും തൂത്തുവാരി. അതിന് ശേഷമാണ് എല്ലായിടവും തുടച്ചത്. ഉണ്ട് ഇപ്പോൾ രാത്രിയായി. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഈ സമയം ഞാൻ ഗോവയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് അവളെ കുളിപ്പിച്ചു. ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം എടുത്ത് വിരിച്ചിട്ടിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചു. മിക്കുള്ളതുകൊണ്ട് പേടിച്ചിട്ട് മനസ്സമാധാനത്തോടെ കുളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുളിയൊക്കെ പെട്ടെന്ന് സ്പീഡിൽ കഴിയും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണിയൊക്കെ തീർന്നു. ഇതുവരെ ഒന്നും ഇരിക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാവരുടെ ഫോണിൽ തിരിച്ച് വിളിക്കണം. ഇതാണ് എൻ്റെ ചിക്കൻ കറി. ഇത് അച്ചിങ്ങ മെഴുക്കുവരട്ടി. പിന്നെ ചിക്കൻ ഇനി വറുക്കണം. ഇച്ചായനിത് കുറേ പ്ലേറ്റും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എല്ലാം കൂടെ ഇവിടെ കൊണ്ട് നിരത്തി. ഞാൻ ഇത്രയും നേരം കുക്ക് ചെയ്തത് കൂട്ടുകാരനും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. കൂട്ടുകാരനാണെങ്കിൽ ചതിച്ചു ഗൈസ്. കൂട്ടുകാരൻ വീട്ടിൽ കെട്ടിയോളുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇച്ചായന് ബാഗ് മുകളിൽ കയറ്റി വെക്കാനുള്ള പണി കൊടുത്തു. അത് പുള്ളിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഈ സീനൊന്ന് കണ്ടേ. ഇത്രയും നേരവും ഞാൻ അവൾക്ക് കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് അവൾക്ക് വേണ്ടായിരുന്നു. ഇപ്പം ഡാഡ വന്ന് നിന്ന് കഴിഞ്ഞപ്പം അവൾക്ക് കളിപ്പാട്ടം വേണം. അതെല്ലാം എടുത്ത് കളിക്കുന്നു. ഡാഡയുടെ മുമ്പിൽ അവൾ നല്ല കൊച്ച. അവൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കും. പാവം. ഡാഡയും മോളും കൂടെ വർത്താനം പറഞ്ഞ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നു. ഡാഡയ്ക്കാകെ 2 മണിക്കൂറേ സമയമുള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പം കൂട്ടുകാരൻ വന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകും. ഞാനിന്നലെ ഇച്ചായം പോയപ്പം തൊട്ട് ഏതൊക്കെ ബിൽഡിങ്ങിൽ ലൈറ്റ് ഉണ്ട്, അതായത് ഇച്ചായം പോയപ്പോൾ 1 മണിയായി, വെളുപ്പിന് 1 മണി. അപ്പോൾ അത് കഴിഞ്ഞപ്പം തൊട്ട് ഇച്ചായൻ അവിടെ ചെല്ലുന്ന 3 മണിക്കൂർ കഴിയും. അതുവരെ ഇരിക്കണമല്ലോ. അപ്പോൾ അതുവരെ ഞാൻ അതിൽ ഏതൊക്കെ ബിൽഡിങ്ങിൽ ലൈറ്റ് ഉണ്ട്, എന്തൊക്കെയുണ്ട്, അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ ഇന്ന് ഇച്ചായനോട് പറയുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.